Hi all, welcome back to Learning Planet. നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് കടക്കാം. ഇന്ന് നമ്മളൊരു പുതിയ ഏരിയയാണ് എടുക്കാൻ പോകുന്നത്. ഇതിനു മുമ്പുള്ള സെഗ്മെൻറ്റുകളെല്ലാം നിങ്ങൾ കാണുക. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം പുതിയ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്കിന്ന് ഒരു പുതിയ ഏരിയയിലേക്ക് പോകാം. ഹാഡ്, വിൽ ഹാവ്, ഓർ വുഡ് ഹാവ്, കുഡ് ഹാവ് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ അത്തരം സെൻറ്റൻസുകൾക്ക് എന്തർത്ഥമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇപ്പോൾ ഹാഡ് എന്ന് പറയുമ്പോൾ നോർമലി ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. ഹാഡ് ഉണ്ടായിരുന്നു, ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും സംഭവം മുമ്പുണ്ടായിരുന്നു, അപ്പോൾ പാസ്റ്റിലേക്കാണ് അത് പോകുന്നത്. പാസ്റ്റ് പെർഫെക്റ്റിലേക്കും അത് പോകും. അപ്പോൾ നമ്മൾ പാസ്റ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു, ഐ ഹാഡ് എ ഡ്രീം. എനിക്കൊരു ബിസിനസ് ഉണ്ടായിരുന്നു, ഐ ഹാഡ് എ ബിസിനസ്. എനിക്കൊരു കടയുണ്ടായിരുന്നു, ഐ ഹാഡ് എ ഷോപ്പ്. അങ്ങനെയൊക്കെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. ഇനി നമുക്ക് ഇവിടെ ഹാഡ് തന്നെ രണ്ട് രൂപത്തിലൂടെ കാണുന്നുണ്ട്. ഷി ഹാഡ് എ ഫ്ലാറ്റ് ഇൻ ഡൽഹി. ഷി ഹാഡ് എ ഫ്ലാറ്റ് ഇൻ ഡൽഹി. അവൾക്ക് ഡൽഹിയിൽ ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഹാഡ് എന്നത് വെർബിൻ്റെ രണ്ടാമത്തെ രൂപമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ സിമ്പിൾ പാസ്റ്റിലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ഹാവ് എന്നത് മാത്രമായിട്ട് വെർബിന് പകരമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അത് ഒന്നാമത്തെ രൂപമായിരിക്കും. സോ ഐ ഹാവ് എ ഫ്ലാറ്റ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻ്റ് ആണ്, എനിക്കുണ്ട് എന്നർത്ഥത്തിലാണ്. അപ്പോൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഇത് പാസ്റ്റാണ്. അപ്പോൾ ഇത് സിമ്പിൾ പാസ്റ്റിലെ സെൻറ്റൻസ് ആണ്. അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റിലെ സെൻറ്റൻസ് ആണ്. ടെൻസ് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു, സംസാരിക്കുമ്പോൾ നിങ്ങളൊന്നും ചിന്തിക്കേണ്ട. ഒരു കാര്യം ഇപ്പോൾ നോക്കാം. ഷീ ഹാഡ് ബോട്ട് എ ഫ്ലാറ്റ് ഇൻ ഡൽഹി. അവൾ ഡൽഹിയിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ബോട്ട് എന്ന വെർബിൻ്റെ മൂന്നാമത്തെ രൂപം വന്നു. ഇപ്പോൾ ഹാഡിന് ശേഷം വെർബിൻ്റെ തേർഡ് ഫോം വരുമ്പോഴാണ് അത് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന ടെൻസിലേക്ക് വരും. പാസ്റ്റിന് മുമ്പ് സംഭവിച്ചത് എന്ന് മാത്രമാണ് അർത്ഥം. പാസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ കഴിഞ്ഞു, അതിനു മുമ്പ് സംഭവിച്ചത്. അതായത് ഞങ്ങൾ ഇപ്പം കഴിഞ്ഞ ആഴ്ച മൈസൂർ സന്ദർശിച്ചു എന്ന് പറയുമ്പം അതിനു മുമ്പാണ് ഞങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവർ പാസ്റ്റ് പെർഫെക്റ്റിലാണ് പറയുക. ഇതാണ് വ്യത്യാസം. അപ്പോൾ ഒരു കാര്യം സംഭവിച്ചു, ആ സംഭവിച്ചതിന് മുമ്പ് സംഭവിച്ചതെല്ലാം പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പോൾ പാസ്റ്റിന് മുമ്പ് സംഭവിക്കുന്നതാണ് പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പോൾ ഓക്കെ, ഒരു ലോങ് പാസ്റ്റിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി കൺഫ്യൂഷൻ വേണ്ട. ഹാഡ് എന്ന് മാത്രം ചേർത്ത് ഒരു സെൻറ്റൻസ് കാണുകയാണ്, അതിൽ വെർബൊന്നുമില്ല, അത് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും, ഉണ്ടായിരുന്നു എന്ന് മാത്രമാണ് അർത്ഥം. അതേപോലെ ഹാഡ് ചേർത്തിട്ട് തേർഡ് ഫോമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ അത്തരം സെൻറ്റൻസുകൾ രണ്ടും ഏകദേശം ഒരേ സെൻറ്റൻസ് തന്നെയാണ് അർത്ഥം കൊണ്ട്, അല്ലേ? അയാൾക്കൊരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു, ഇവിടെ അയാളൊരു ഫ്ലാറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും ഏകദേശം ഒരേ അർത്ഥമാണ്. പക്ഷേ ഇത് രണ്ടും രണ്ട് ടെൻസിലാണ് പറയുന്നത്. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് ഹാഡ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വിൽ ഹാവ്, വുഡ് ഹാവും തമ്മിൽ എന്തായിരിക്കും വ്യത്യാസം? ഇപ്പോൾ ഐ വിൽ ഹാവ് കംപ്ലീറ്റഡ് ദ വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ആ വർക്ക് പൂർത്തിയാക്കിയിരിക്കും. ഐ വിൽ ഹാവ് കം ബാക്ക്, ഞാൻ തിരിച്ചു വന്നിരിക്കും. ഐ വിൽ ഹാവ് പെയ്ഡ് ദ ഹോൾ ട്യൂഷൻ ഫീ മുഴുവനും ഞാൻ അടച്ച് തീർത്തിരിക്കും, അങ്ങനെയൊക്കെ. സോ ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക് ബൈ ദ എൻഡ് ഓഫ് ദിസ് വീക്ക്. ഞാൻ എൻ്റെ ജോലി ഈ ആഴ്ച അവസാനിക്കുമ്പോഴത്തേക്ക് തീർത്തിരിക്കും. അപ്പോൾ ഒരു സംഭവം ഭാവിയിൽ ഏതെങ്കിലും ഒരു ഫിക്സഡ് മൊമെൻറ്റിൽ, ഒരു ഫിക്സഡ് പോയിൻറ്റിൽ നമ്മൾ തീർക്കുമെങ്കിൽ നമ്മൾ ആ വർക്ക് ഇന്ന സമയത്ത് തീർത്തിരിക്കും. അങ്ങനെ പറയുമ്പോൾ നമ്മൾ വിൽ ഹാവ് എന്നാണ് ഉപയോഗിക്കുക. അങ്ങനെ ഇനി വുഡ് ഹാവും കുഡ് ഹാവും ഒക്കെ എപ്പോഴാണ് ഉപയോഗിക്കുക എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം നമ്മളിനി വിൽ ഹാവ് അല്ലെങ്കിൽ ഷാൽ ഹാവ്, അതിന് പകരം വുഡ് ഹാവ് അല്ലെങ്കിൽ കുഡ് ഹാവ്, ഷുഡ് ഹാവ് ഇങ്ങനെയുള്ള വാക്കുകൾ ചേർക്കുമ്പോൾ എങ്ങനെയായിരിക്കും വ്യത്യാസം? ഓക്കെ, നമുക്കതും കൂടെ നോക്കാം. നമുക്ക് നോക്കാം. രാജു പുതിയ കാർ വാങ്ങിയിരിക്കും. രാജു ഒരു പുതിയ കാർ വാങ്ങുമെന്ന് പറയുമ്പോൾ രാജു വിൽ ബൈ എ കാർ. പക്ഷേ രാജു ഒരു കാർ വാങ്ങിയിരിക്കും. അപ്പോൾ അതിന് ഫ്യൂച്ചറിൽ നമ്മളൊരു സമയം വെച്ചിട്ടുണ്ട്. ഈ അടുത്ത നിമിഷം മുതൽ ഭാവിയെ കാണിക്കുന്ന സമയമാണെങ്കിലും അടുത്ത നിമിഷം മുതൽ നമുക്ക് ഏതോ ഒരു സമയം ആകുമ്പോഴത്തേക്ക് രാജുവിന് ഫണ്ടൊക്കെ എത്തുള്ളൂ, അപ്പോഴത്തേക്ക് കാറ് റിലീസായി വരുള്ളൂ. അപ്പോൾ അത് വാങ്ങിയിരിക്കും. അപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് ഈ മാസം അവസാനിക്കുമ്പോഴത്തേക്ക് രാജു ഒരു കാർ വാങ്ങിയിരിക്കും. ബൈ ദ എൻഡ് ഓഫ് ദിസ് മന്ത് രാജു വിൽ ഹാവ് ബോട്ട് എ കാർ. അപ്പോൾ നമുക്ക് രാജു ഒരു പുതിയ കാർ വാങ്ങിയിരിക്കും. രാജു വിൽ ഹാവ് ബോട്ട് എ കാർ. രാജു വിൽ ഹാവ് ബോട്ട് എ കാർ. അപ്പോൾ അതിനൊരു സമയം വെക്കുന്നു, ബൈ ദ എൻഡ് ഓഫ് ദിസ് മന്ത്. അപ്പോൾ അത് അവസാനത്തെ ദിവസം വരെ സമയമുണ്ട്, അതിനകം എന്തായാലും വാങ്ങിയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മുടെ കുട്ടികളുടെയൊക്കെ എക്സാം
ഇത്രാം തീയതി ആരംഭിക്കുന്നു. അപ്പോൾ നമ്മൾ പറയുകയാണ് ബൈ ദ എൻഡ് ഓഫ് 1st മാർച്ച് 1 തീയതി അവസാനിക്കുമ്പോഴത്തേക്ക് ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് മൈ സ്റ്റഡീസ്. ഐ വിൽ ഹാവ് ഫിനിഷ്ഡ്, ഞാൻ പൂർത്തിയാക്കിയിരിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളിലും പറയാം. നമുക്ക് കുറേ ലോണ്ട്രി വർക്ക്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വാഷിംഗ് ചെയ്യാനുണ്ട്. ഐ ഹാവ് ടു ഡു വാഷിംഗ്, ഐ ഹാവ് ടു ഡു എ ലോട്ട് ഓഫ് വാഷിംഗ്. അപ്പോൾ ഒരുപാട് വാഷിംഗ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ പറയുകയാണ് ഈ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ബൈ ദ എൻഡ് ഓഫ് ദിസ് ഈവനിങ് ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് വാഷിംഗ്. I will have finished my washing. I will have completed my work. I will have completed my work. ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇനി അടുത്തതിലേക്ക് നോക്കാം. അപ്പോൾ നോക്കുക, രാജു പുതിയ കാർ വാങ്ങണമായിരുന്നു പറഞ്ഞപ്പോൾ രാജു വാങ്ങിയിട്ടില്ല. somehow he couldn't buy a car. but ഇവിടെയാണ് നമ്മൾ വ്യത്യാസം വരുന്നത്. രാജു could have bought a car. രാജു ഒരു കാർ വാങ്ങണമായിരുന്നു. അപ്പോൾ നമ്മൾ നീ ഇന്നലെ വരണമായിരുന്നു. യു കുഡ് ഹാവ് കം ഹിയർ യെസ്റ്റർഡേ. യു കുഡ് ഹാവ് അറ്റൻഡഡ് ദ സെമിനാർ. നീ ആ സെമിനാറിൽ പങ്കെടുക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യണമായിരുന്നു. അപ്പോൾ നമുക്കൊരാളെ ഹെൽപ്പ് ചെയ്യേണ്ട ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ആളെ ഹെൽപ്പ് ചെയ്യേണ്ട ബാധ്യതയുണ്ട്. അപ്പോൾ പക്ഷേ നിങ്ങൾ ഹെൽപ്പ് ചെയ്തില്ല, പക്ഷേ അയാളെ നിങ്ങൾ സഹായിക്കണമായിരുന്നു, ചെയ്തില്ലല്ലോ അല്ലേ? ഇറ്റ്സ് വെരി അൺഫോർച്ചുനേറ്റ്. യു കുഡ് ഹാവ് ഹെൽപ്ഡ് ദാറ്റ് പേഴ്സൺ. You could have helped that person, but you couldn't. You didn't. Somehow you didn't. But that was your duty. It was your duty. അത് നിൻ്റെ ഡ്യൂട്ടി ആയിരുന്നു. You could have helped that person. അപ്പോൾ നോക്കാം, could have, would have, should have ഒക്കെ ചെയ്യുമ്പം അത് ചെയ്യണമായിരുന്നു. തേർഡ് ഫോം ഉപയോഗിക്കണം. മനസ്സിലായല്ലോ? ഒരു എക്സാം ഏറ്റവും എളുപ്പമുള്ള ഒരു സീസൺ കടന്നുപോയപ്പം അയാൾ ആ പരീക്ഷ എഴുതിയില്ല. അപ്പം നമ്മളെന്ത് പറയും? നീ ആ പരീക്ഷ എഴുതണമായിരുന്നു. യു കുഡ് ഹാവ് റൈറ്റ് എന്നുള്ളതിൻ്റെ തേർഡ് ഫോം ഉപയോഗിക്കണം. റൈറ്റ്, റോട്ട്, റിട്ടൺ. യു കുഡ് ഹാവ് റിട്ടൺ ദ എക്സാം. ഇറ്റ് വാസ് സോ ഈസി. ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് എ പീസ് ഓഫ് കേക്ക്. പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളതെന്നാണ് നമുക്ക് പറയുന്നത്. ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് നമ്മൾ റോക്കറ്റ് സയൻസ് എന്നൊക്കെ പറയുന്ന പോലെ. റോക്കറ്റ് സയൻസ് എന്ന് പറയുമ്പോൾ പറയല്ലോ വളരെ പ്രയാസം നിറഞ്ഞത്. അപ്പോൾ ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് എ പീസ് ഓഫ് കേക്ക് ആൻഡ് യു കുഡ് ഹാവ് റിട്ടൺ ദാറ്റ് എക്സാം. ആ പരീക്ഷ നീ എഴുതണമായിരുന്നു. അപ്പോൾ വുഡ് ഹാവ്, ഷുഡ് ഹാവ്, കുഡ് ഹാവ് ഒക്കെ ചേർത്ത് തേർഡ് ഫോം ചേർക്കുമ്പം അങ്ങനെ ചെയ്യണമായിരുന്നു, അങ്ങനെ സംഭവിച്ചില്ല, അങ്ങനെ ആവണമായിരുന്നു എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. എന്നാൽ വിൽ ഹാവ് ഉപയോഗിക്കുമ്പോൾ, ഷാൽ ഹാവ് ഉപയോഗിക്കുമ്പോൾ ചെയ്തിരിക്കും, വന്നിരിക്കും, ഇങ്ങനെയാണ് നമ്മൾ പറയുക. അപ്പോൾ ഒരു മത്സരം, ഒരു സീരീസ് നടക്കുകയാണ്. ക്രിക്കറ്റിൻ്റെ ഒരു സീരീസ് നടക്കുകയാണ്. ആദ്യത്തെ ഒരു മത്സരം ഇന്ത്യ പരാജയപ്പെട്ടെന്ന് സങ്കല്പിക്കുക. അപ്പോൾ നമ്മൾ പറയാണ് അടുത്ത മത്സരം ഇന്ത്യ ജയിച്ചിരിക്കും. സോ ഇന്ത്യ വിൽ ഹാവ് വിൻ എന്നതിൻ്റെ തേർഡ് ഫോം വിൻ വൺ. ഇന്ത്യ വിൽ ഹാവ് വൺ ദ നെക്സ്റ്റ് മാച്ച്. അടുത്ത മത്സരം ഇന്ത്യ ജയിച്ചിരിക്കും. അപ്പോൾ ആ മത്സരം ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളിങ്ങനെ പറയും ഇന്ത്യ ആ മത്സരം ജയിക്കണമായിരുന്നു. സോ ഇന്ത്യ, അവർ ടീം കുഡ് ഹാവ് വൺ ദ മാച്ച്. ഇന്ത്യ ആ മത്സരം ജയിക്കണമായിരുന്നു. അവർ ടീം കുഡ് ഹാവ് വൺ ദ മാച്ച് ബട്ട് സംഹൗ വെരി അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യ കുഡിൻറ്റ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പറയുക. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ എക്സാമ്പിൾസൊക്കെ നോക്കാം. നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കോൺവെർസേഷനിലേക്ക് വരുമ്പം ഇതെല്ലാം പല സമയത്തായിട്ട് നമുക്ക് ആവശ്യം വരും. അപ്പോൾ അങ്ങനെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഹാസം ഹാവ് ഉപയോഗിക്കുന്ന പോലെ, ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഹാഡ് ഉപയോഗിക്കുന്നു. വിൽ ഹാവ്, ഷാൽ ഹാവ് ഒക്കെ ചേർക്കുമ്പോൾ നമ്മൾ ആ കാര്യം സംഭവിച്ചിരിക്കും, ഇന്ന സമയത്ത് അത് നടന്നിരിക്കും, അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ റെയിൻ ഫോർകാസ്റ്റൊക്കെ വരും. മഴയെ സംബന്ധിച്ച ഫോർകാസ്റ്റൊക്കെ വളരെ ആക്യുറേറ്റ് ആയിരിക്കും ചിലപ്പം. അപ്പോൾ രാവിലെയൊക്കെ നല്ല വെയിലാണെങ്കിലും ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്തിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ പറയാം ഇറ്റ് വിൽ ഹാവ് റെയിൻഡ്, ഇറ്റ് വിൽ ഹാവ് ഷവർ, ഇറ്റ് വിൽ ഹാവ് റെയിൻഡ് ഇൻ ദി ആഫ്റ്റർനൂൺ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്തിരിക്കും. അപ്പോൾ മഴ പെയ്തില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു മത്സരം നമുക്ക് അനുകൂലമല്ലാതെ വന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്യണമായിരുന്നു. ഇറ്റ് കുഡ് ഹാവ് റെയിൻഡ് ലാസ്റ്റ് ആഫ്റ്റർനൂൺ. ഇറ്റ് കുഡ് ഹാവ് റെയിൻഡ് ലാസ്റ്റ് ആഫ്റ്റർനൂൺ. കഴിഞ്ഞ ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്യണമായിരുന്നു. ഇറ്റ് കുഡ് ഹാവ് റെയിൻഡ് ദ ലാസ്റ്റ് ഈവനിങ്. ഇന്നലെ വൈകുന്നേരം മഴ പെയ്യണമായിരുന്നു. ആൻഡ് ഇഫ് ഇറ്റ് റെയിൻഡ് അവർ ടീം വിൽ ബി സർവൈവ്ഡ്.
our team would be survived if it rained. അങ്ങനെയൊക്കെ നമ്മൾ പറയും അല്ലേ? Our team would be survived if it rained last day. So it could have rained. It could have rained. ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾ ഒരുപാട് സങ്കീർണതയിലേക്ക് പോകേണ്ട, ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചുള്ള കാര്യങ്ങളാണ്. എങ്കിലും നമുക്ക് സംസാരിച്ച് തുടങ്ങണം. അപ്പോൾ ആ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഓക്സിലറീസൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കാമെന്ന് പഠിക്കുന്നത്. അപ്പം നമ്മൾ വിൽ, ഹാവ്, ഷാൽ ഹാവ് സാധാരണഗതിയിൽ തേർഡ് ഫോം ചേർത്ത സംഭവിച്ചിരിക്കും, ചെയ്തിരിക്കും, വന്നിരിക്കും, പറഞ്ഞിരിക്കും, ഇങ്ങനെയൊക്കെയാണ് പറയുക. ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചിരിക്കും എങ്ങനെ പറയും? ഐ ലവ് സ്പോക്കൻ. ഐ വിൽ ഹാവ്. സ്പീക്ക് എന്നുള്ളതിന് തേർഡ് ഫോം ഉപയോഗിക്കണം, സ്പോക്കൻ ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണമായിരുന്നു, അപ്പോൾ അത് സംഭവിച്ചിട്ടില്ല, ഇതുവരെയും സംഭവിച്ചിട്ടില്ല. സോ ഐ കുഡ് ഹാവ് സ്പോക്കൻ ഇംഗ്ലീഷ്. ഐ കുഡ് ഹാവ് സ്പോക്കൻ ഇംഗ്ലീഷ് ഇൻ മൈ ലാസ്റ്റ് ഇൻ്റർവ്യൂ. ഐ കുഡ് ഹാവ് സ്പോക്കൻ ഇംഗ്ലീഷ് ബട്ട് വെരി അൺഫോർച്ചുനേറ്റ് സേ ഐ കുഡിൻറ്റ്. എനിക്കങ്ങനെ കഴിഞ്ഞില്ല. സ്റ്റിൽ ഐ എം വർക്കിംഗ് ഓൺ ഇറ്റ് ആൻഡ് എനിവേ ഐ വിൽ സ്പീക്ക് ഇംഗ്ലീഷ് ഇൻ മൈ നെക്സ്റ്റ് ഇൻ്റർവ്യൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇതിൽ നമ്മളൊരു സെൻറ്റൻസ് എഴുതി വെച്ചിട്ടുണ്ട്. നീ എന്നെ വിളിക്കണമായിരുന്നു. ഇതും കൂടെ ഒന്ന് ഓർത്ത് നോക്കിയേ. നീ, അപ്പോൾ നീ എന്നുള്ളത് നമ്മൾ അവിടെ യു എന്ന് എഴുതി. ചെയ്യണമായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കുഡ് ഹാവ് ഉപയോഗിക്കുന്നു. അതങ്ങനെ ഒരു പ്രവൃത്തി, അതൊരു കഴിവിനെ കാണിക്കുന്ന ഒരു പദമാണ് അല്ലേ? കുഡ്, കഴിയുമായിരുന്നു. അപ്പോൾ യു കുഡ് ഹാവ്, വിളിക്കണമായിരുന്നു. യു കുഡ് ഹാവ് കോൾഡ് മീ. യു കുഡ് ഹാവ് കോൾഡ് മീ. നീ എന്നെ വിളിക്കണമായിരുന്നു. അപ്പോൾ വിളിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു പരിഭവമൊക്കെ അയാൾ ചിലപ്പോൾ പറയും അല്ലേ? You could have called me, but I don't know what happened to you. You didn't call me. And you could have called me. നീ എന്നെ വിളിക്കണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ നീ അവനെ ഉപദേശിക്കണമായിരുന്നു എന്ന് എങ്ങനെയാണ് നമ്മൾ പറയുക? അത് നിങ്ങളൊന്ന് ആലോചിക്കുക, കമൻറ്റ് ബോക്സിലിടുക. നീ അവനെ ഉപദേശിക്കണമായിരുന്നു. നീ അവനെ ഉപദേശിക്കുന്നതാണെങ്കിൽ എന്ത് പറയും? യു വിൽ അഡ്വൈസ് ഹിം. നീ അവനെ ഉപദേശിച്ചിരിക്കും, യു വിൽ ഹാവ് അഡ്വൈസ് ഹിം. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിടുക. നമുക്ക് വീണ്ടും പുതിയ ഒരു ഏരിയയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.